പ്രിയരെ നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ഇൻ്റർവ്യൂ, ടെക്സ്റ്റായിട്ട് വന്നിട്ടുള്ള ഇൻ്റർവ്യൂ വായിച്ച് അവതരിപ്പിക്കുകയാണ്. മാതൃഭൂമി വീക്കിലിയുടെ മുൻ എഡിറ്റോറിയൽ ബോർഡിലുണ്ടായിരുന്ന മനില സി മോഹൻ എന്ന മാഡം അവിടെ നിന്ന് രാജിവെച്ചതിന് ശേഷം തുടങ്ങിയ ട്രൂ കോപ്പി തിങ്ക് എന്ന സോഷ്യൽ മീഡിയ ചാനലിലൂടെ വരുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ ഒന്നാണിത്. വളരെ കാര്യപ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ അവർ അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ ഈ വിഷയം ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഖത്തറിലെ നോവലിസ്റ്റും കഥാകൃത്തും അതുപോലെ ഖത്തറിലെ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനിൽ ഉദ്യോഗസ്ഥയുമായിരുന്ന ഷീല ടോമി എന്നിവരുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് ഇന്നത്തെ എൻ്റെ വിഷയം. കാര്യപ്രസക്തമായതുകൊണ്ട് സമകാലീന രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നതുമൊക്കെ അത് ഈ വീഡിയോയ്ക്ക് പ്രസക്തമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അതിനെ അവതരിപ്പിക്കുന്നത്. ചോദ്യവും ഉത്തരങ്ങളുമായിട്ടാണ് ആ വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ അവരോടുള്ള ചോദ്യം, നരേന്ദ്രമോദി സർക്കാരിൻ്റെ 10 വർഷത്തെ എങ്ങനെയാണ് വിലയിരുത്തുക എന്നാണ്. അതിനുള്ള ഉത്തരമായി അവർ കൊടുക്കുന്നത്, 142 കോടി ജനങ്ങളിൽ കുറേ നുണകൾ കൊണ്ടും ഭയം കൊണ്ടും അടിസ്ഥാനമിട്ട ഭരണത്തിന് കീഴിൽ പ്രജകളായി മാറുന്ന ഒരു സാങ്കല്പിക ഭാരതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന പരിതാപകരമായ കാഴ്ചയാണ് 10 വർഷത്തിന് ബാക്കി പത്രം. ചരിത്രം, വിശ്വാസം, ശാസ്ത്രം, കലാസാംസ്കാരിക രംഗം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും ഏകപക്ഷീയമായ സാമൂഹ്യ സ്പർദ്ധ വളർത്താനുതകുന്ന അഴിച്ചുപണികൾ നടക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വികസനം, ഇക്കാര്യങ്ങളിലെല്ലാം മുഖ്യധാരാ മാധ്യമങ്ങൾ, സാംസ്കാരിക പ്രമുഖർ, പ്രൊഫഷണലുകൾ എന്നിവരെല്ലാം ഭാഗവാക്കാവുന്ന സ്തുതിപാഠക സംഘങ്ങളുടെ വാചാരോപണങ്ങൾക്കിടയിൽ സത്യമേത്, സത്യമെത്ര എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ ജനം കുഴങ്ങുന്നു. അല്ലെങ്കിൽ അവർ കേൾക്കുന്നതെല്ലാം അന്ധമായി വിശ്വസിക്കുന്നു. ആദിവാസി ദളിത് പീഡനങ്ങൾക്കിടയിലും സവർണ ഹിന്ദുത്വത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ഭൂരിപക്ഷം വരുന്ന ദളിത് മനസ്സുകളെ ഒപ്പം ചേർത്ത് നിർത്താൻ 10 വർഷമൊന്നും വേണ്ടി വന്നില്ല. ഒരു ഗ്യാസ് സ്റ്റൗവും സിലിണ്ടറും കിട്ടിയാൽ നിരക്ഷരായ ദരിദ്രരായ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ ഒന്നടങ്കം മോദി സർക്കാരിന് വോട്ടിടും എന്നിടത്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പരാജയം. പൊതുജനത്തെ പുളകിതരാക്കാൻ മാധ്യമങ്ങൾ നിരത്തുന്ന മോദികാല നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ പ്രാണപ്രതിഷ്ഠ, ഹൈന്ദവ പൂജകളാൽ ഉദ്ഘാടനം നടത്തിയ പാർലമെന്റ് മന്ദിരം, UAE-യിലും മറ്റും തുറന്ന ബ്രഹ്മാണ്ഡ ക്ഷേത്രങ്ങൾ, ആർട്ടിക്കിൾ 370 നീക്കം ചെയ്ത് കാശ്മീരികൾക്ക് നൽകിയ സമ്മാനം, പൗരത്വ ഭേദഗതി ബിൽ, ഗാൻവാപ്പിയിലും മറ്റും കുഴിച്ചെടുക്കുന്ന പ്രാചീന വിഗ്രഹങ്ങൾ, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുക്കുന്ന ED കേസുകൾ, മുറിവുണങ്ങാത്ത മണിപ്പൂരിൽ ഒളിച്ചുവെക്കുന്ന കലാപങ്ങളും, ജനവിരുദ്ധ കർഷക നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന കർഷകരെ നേരിടുന്ന അടിച്ചമർത്തൽ നയം, ഇലക്ട്രൽ ബോണ്ടിലൂടെ പണാധിപത്യത്തിന്റെ കള്ളക്കളികൾ, എല്ലാറ്റിനുമപ്പുറം സംഘപരിവാർ വിമർശനം എന്ന കാരണത്താൽ കൊല ചെയ്യപ്പെട്ടവരുടെ പട്ടിക. ഇനിയും മറ്റെന്തു വേണം 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ? പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നിറങ്ങിയത് കച്ചവടത്തിനായാണ്. ബ്രിട്ടീഷ് രാജ്ഞി നൽകിയ പട്ടാളവും അവർക്ക് കൂട്ടുണ്ടായിരുന്നു. പരസ്പരം മത്സരിച്ചു നിന്നവരെ അവർ അതിവേഗം പാട്ടിലാക്കി, ഇന്ത്യയെ കൈക്കലാക്കി. മതവികാരം കച്ചവടം ചെയ്ത് ഇന്ത്യയെ മുഴുവൻ പാട്ടിലാക്കുവാൻ ഹിന്ദുത്വ ശക്തികൾക്കാവുന്നു. ഇന്ത്യ മറ്റൊരു കോർപ്പറേറ്റ് അധിനിവേശ ഭരണത്തിന് കീഴിൽ അമരാൻ ഇത് അധിക നാളൊന്നും ഇനി വേണ്ട. അദാനി, അംബാനിമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേതുപോലെ പട്ടാളത്തെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലും എത്രയോ ശക്തമാണ് അപരമത വിദ്വേഷം എന്ന വജ്രായുധം. സാധാരണക്കാർക്കിടയിൽ പോലും അത് ആളിക്കത്തിക്കുവാൻ സാധിച്ചു എന്ന് തന്നെയാണ് 10 വർഷത്തെ വലിയ ദുരന്തം. അടുത്ത ചോദ്യം, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്നാണ് കരുതുന്നത്? മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും എന്ന് കരുതുന്നുണ്ടോ? ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യത എത്രത്തോളമുണ്ട്? ഉത്തരമായി കൊടുക്കുന്നവർ, ഈ തെരഞ്ഞെടുപ്പ് അത്യന്തം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത്രമാത്രം ആപത്കരമായ സാമൂഹ്യ സാഹചര്യങ്ങളുടെ തുമ്പിലാണ് നമ്മുടെ രാജ്യം. ഇവിടെ ഓരോ വോട്ടും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയായിരിക്കണം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരിക്കണം. ദക്ഷിണ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം മുന്നേറും, ഉത്തരേന്ത്യയിൽ NDA സീറ്റുകൾ പലതും നഷ്ടമാകും എന്നൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ഒരു അത്ഭുതം നടന്നില്ലെങ്കിൽ മോദി സർക്കാർ തന്നെ അധികാരത്തിലെത്താനാണ് സാധ്യത. ബഹുഭൂരിപക്ഷം വരുന്ന ഉത്തരേന്ത്യൻ സീറ്റുകളും മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവയാണ്. എങ്കിലും എല്ലാ സാധ്യതകളെയും മറികടന്ന് 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ ജനവിധി പോലെ ഏകാധിപത്യത്തിനും ഫാഷിസത്തിനുമെതിരെ ഒരു ജനവിധി ഉണ്ടായെങ്കിൽ എന്നും നമുക്ക് ആശിക്കാമല്ലോ.
ഫാസിസത്തിന്റെ ലക്ഷ്യങ്ങൾ എല്ലാ മേഖലകളിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യൂണിയൻ സർക്കാരാണ് ഇന്ത്യയുടേത്. വലതുപക്ഷത്തേക്ക് ചായുന്ന സാഹചര്യം തന്നെയാണ് ആഗോളതലത്തിൽ എന്നും കാണാം. ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യം എന്ന ആശയത്തിന്റെ ഭാവി എന്തായിരിക്കും? ആഗോളതലത്തിൽ തന്നെ വലതുപക്ഷത്തേക്ക് ചായുകയാണ് ലോകം. എന്നാൽ ജനാധിപത്യം എന്ന ആശയത്തിന് മരണമുണ്ടാവില്ല. അംബേദ്കറുടെ വാക്കുകളിൽ ജനാധിപത്യം ഭൂരിപക്ഷ ഹിതമല്ല, ജനാധിപത്യം ഒരു ജീവിത രീതിയാണ്. അത് പങ്കുവെക്കലാണ്, അപരനെക്കുറിച്ചുള്ള കരുതലാണ്. പ്രതീക്ഷയുണ്ട്. ഫാഷിസത്തിന്റെ പിടി പരിധിവിട്ട് മുറുകുമ്പോൾ ജനം അതിനെതിരെ തിരിയുന്ന കാലം വരാതിരിക്കില്ല. എങ്കിലും അകമേ മിക്കവരും സ്വേച്ഛാധിപത്യത്തെ അനുകൂലിക്കുന്നത് ആശങ്കാജനകമാണ്. ചിലയിടങ്ങളിൽ ഉള്ളിൽ മറച്ചുപിടിച്ചതും മറ്റിടങ്ങളിൽ തുറന്നു കാണിക്കുന്നതുമായ ജാതിചിന്തയും മറ്റും ശരിയായ ജനാധിപത്യ ബോധം വളരുവാൻ ഇന്നും തടസ്സമാകുന്നുണ്ട്. സാംസ്കാരിക രംഗത്ത് സിനിമ ഉൾപ്പെടെയുള്ള സകല ദൃശ്യകലാരംഗത്തും നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയ ഹിന്ദുത്വ അധിനിവേശം വളരെ വലുതാണ്. കലാരംഗത്ത് സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ താങ്കളുടെ കലാസാഹിത്യ പ്രവർത്തനങ്ങളെ, ചിന്തകളെ, രാഷ്ട്രീയത്തെ, ഔട്ട്പുട്ടിനെ സമകാലീന രാഷ്ട്രീയാവസ്ഥ ഏതെങ്കിലും തരത്തിൽ മാറ്റിയിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. അതിനുള്ള ഉത്തരമായി പറയുന്നതാണ്, ബ്രത്ത് പറഞ്ഞ പോലെ കറുത്ത കാലത്തെക്കുറിച്ചുള്ള പാട്ടുകൾ പാടണം. നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവർ നിരായുധരാക്കപ്പെടുന്ന, നിശബ്ദരാക്കപ്പെടുന്ന കാലത്ത് സാഹിത്യം കേവലം ആത്മസുഖത്തിനല്ലെന്നും അത് പ്രതിരോധത്തിനുള്ള ആയുധമാണെന്നുള്ള ചിന്തയെ ആഴത്തിൽ ഉറപ്പിക്കുന്നതാണ് സമീപകാലത്ത് സാംസ്കാരിക രംഗത്ത് കാണുന്ന അധികാരത്തിലെയും തീവ്ര മതവിശ്വാസങ്ങളെയും അധിനിവേശം. കൂടുതൽ രാഷ്ട്രീയ ജാഗ്രതയോടെ ഇരിക്കാൻ നീതിക്ക് വേണ്ടി, സാഹോദര്യത്തിനു വേണ്ടി, സമത്വത്തിനു വേണ്ടി ആണ് എൻ്റെ എഴുത്തിനെയും ചിന്തയെയും പരുവപ്പെടുത്തുന്നത്. ഇന്ത്യ എന്ന രാജ്യം ആശയം തന്നെ ബൃഹസ്വരതയിൽ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ബൃഹസ്വരതയെ പ്രകീർത്തിക്കുന്നതായിരുന്നു. ഭരണഘടനയുടെ ആധാരശില തന്നെ അതാണ്. നമ്മുടെ എല്ലാത്തരം ദേശീയ പ്രതിനിധാനങ്ങളും ബൃഹസ്വരതയെ ഉൾച്ചേർത്തതാണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ ഭരണകാലം ഹിന്ദുത്വ വേഴ്സസ് ബാക്കിയെല്ലാം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റി തീർക്കുന്നു. ഒറ്റ തിരഞ്ഞെടുപ്പ്, ഒറ്റ ഭാഷ, ഒറ്റ വിശ്വാസം എന്ന രാഷ്ട്രീയ പദ്ധതിയുടെ നടപ്പിലാക്കലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെ പ്രതിരോധിക്കും? പ്രതിരോധിക്കാൻ വോട്ടാണ് ഏറ്റവും വലിയ ആയുധം. ഇന്ത്യൻ ബഹുസ്വരതയും ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായി സമ്മതിദാന അവകാശം ജനങ്ങൾ ഉപയോഗപ്പെടുത്തണം. ചിന്തിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യക്ക് ആവശ്യം. സെക്യുലർ കക്ഷികളുടെ ഐക്യം, ന്യൂനപക്ഷ, ആദിവാസി, ദളിത് വിഭാഗങ്ങളിലെല്ലാം ഒരുമയുണ്ടാക്കൽ, കർഷകരെയും തൊഴിലാളികളെയും ഒരുമിച്ച് ചേർക്കൽ, അങ്ങനെ വലിയ കടമകൾ ഇനിയും കടക്കാനുണ്ട്. സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോധവൽക്കരണം നടത്തണം. അതിനായി സോഷ്യൽ മീഡിയ സ്പേസുകൾ ഉപയോഗിക്കാം. ധ്രുവ് റാഠിയെ പോലുള്ളവരുടെ ചുരുക്കം ചില ഒറ്റയാൾ പട്ടാളങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ തന്നെ ജനങ്ങളിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കാനാവും. ആം ആദ്മി ഒരിക്കൽ ഡൽഹി ഇലക്കിമറിച്ചതും കേന്ദ്രഭരണത്തെ മറിച്ചിട്ടതും അതിവിദൂര കാലത്തൊന്നുമല്ലല്ലോ. ഇന്ത്യയുടെ ബലം ബഹുസ്വരത തന്നെയാണ്. അത് നിലനിർത്തുക തന്നെ വേണം. ഭരണഘടനയുടെ ആമുഖത്തിൽ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനുമൊപ്പം ഫ്രറ്റേണിറ്റി എന്ന വാക്കുമുണ്ട്. നൂറ്റാണ്ടുകളായി അരികുവൽക്കരിക്കപ്പെട്ടവരെ മുന്നോട്ട് നയിക്കാനുള്ള സംവരണവും മറ്റും ഇതിന്റെ ഭാഗമാണ്. എല്ലാ ജാതി മതസ്ഥരും തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെ, അപരസ്നേഹത്തിന്റെ നല്ല പാഠങ്ങൾ കേരളം പോലുള്ള ഇടങ്ങളിൽ നിന്ന് ഇന്ത്യ ഒട്ടാകെ പരക്കണം. അസത്യങ്ങൾ നിറഞ്ഞ കേരള സ്റ്റോറികൾക്ക് ബദലായി അത്തരം യാഥാർത്ഥ്യങ്ങൾ നാം പ്രചരിപ്പിക്കണം. ഗാന്ധിജിയുടെ വാക്കുകളിൽ രാജ്യമെന്നാൽ മനുഷ്യ സ്നേഹമാണ്. കേരളത്തിൽ LDF വന്നാലും UDF വന്നാലും ഇന്ത്യ സഖ്യത്തിലെ ശക്തമായ സാന്നിധ്യമായിരിക്കും. BJPക്ക് ഇതുവരെ തൊടാൻ പറ്റാത്ത സംസ്ഥാനമാണ് കേരളം. പക്ഷേ അതിനായി BJP പണവും മാധ്യമ പിന്തുണയും വർഗീയതയും ഉൾപ്പെടെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് UDFനെയാണോ LDFനെയാണോ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തിപ്പെടുത്തേണ്ടത്? ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയെയാണ് ശക്തിപ്പെടുത്തേണ്ടത്. അവിടെ UDF LDF എന്ന ചിന്ത തന്നെ അപ്രസക്തമാണ്. മതേതരത്വവും ഭരണഘടനയും പൗരന്റെ മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ആരാണോ കരുത്തർ അവരെ ചിന്തിക്കുന്ന ജനം തിരഞ്ഞെടുക്കട്ടെ. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇത് UDF LDF പോരായി മാറുന്നു എന്നത് സങ്കടമാണ്. നമുക്ക് വേണ്ട ഗ്യാരണ്ടി സ്വാതന്ത്ര്യവും സമാധാനവുമാണ്. ഇങ്ങനെയാണ് അവരുടെ ഈയൊരു ഇന്റർവ്യൂ അവസാനിക്കുന്നത്. 2 വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളം
വരുന്ന 26-ാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. നമ്മളിൽ പലരുടെയും ചിന്താഗതിയിലുള്ളതുപോലെ കേരളത്തിൽ മത്സരം UDF LDF തമ്മിലാണ്. പക്ഷേ ബുദ്ധിയുള്ള ജനം ചിന്തിക്കേണ്ടത് ഇവരുടെ മത്സരങ്ങൾ എന്തു തന്നെ ആയാലും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ഭാവി നിർണയിക്കുന്നതാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നതാണ്. അതിൽ സവർണവർഗീയ ഫാസിസ്റ്റ് കക്ഷികളെയാണോ അതോ ഇവിടുത്തെ UDF-ഉം LDF-ഉം പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യ മുന്നണിയാണോ ഇന്ത്യയെ ഭരിക്കേണ്ടത് എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. തീർച്ചയായും നാം ഇതുവരെ കടന്നു വന്ന ജനാധിപത്യ മതേതരത്വ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ മതേതര ജനാധിപത്യ രാഷ്ട്രത്തെ പ്രതിനിധാനം ചെയ്യാൻ പോകുന്ന ഇന്ത്യ മുന്നണിയാണ് വിജയിപ്പിക്കേണ്ടത്. ഇവിടെ LDF UDF അവരുടെ ഷീല ടോമി അവർ പറഞ്ഞതുപോലെ നിർഭാഗ്യവശാൽ ഇവിടെ ഇങ്ങനൊരു മത്സരമായി പോയി. കാരണം BJP ഒരു മൂന്നാം കക്ഷിയായിട്ട് പോലും ഇവിടെ വന്നിട്ടില്ല എന്നത് തന്നെ കാരണം. എങ്ങനെയൊക്കെയാണെങ്കിലും സവർണവർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിക്ക് ഇടം കൊടുക്കാതിരിക്കാൻ കേരളത്തിലെ എല്ലാ പ്രമുഖരായ ആളുകളും ഇടപെടുന്നത് പോലെ നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ചിന്ത കേരളത്തിന്റെ മതനിരപേക്ഷതാ ബോധം ഇന്ത്യ എന്ന ആശയത്തിലൂടെ, ഇന്ത്യ എന്ന മുന്നണിയിലൂടെ നടപ്പാക്കാൻ വേണ്ടി നാം വോട്ട് ചെയ്യുക എന്നതാണ്. തീർച്ചയായും പറയുന്നു, ഇന്നലെ വരെ നിലനിന്ന ഇന്ത്യ മതേതരത്വ രാഷ്ട്രീയ പ്രബുദ്ധമായ രാജ്യമാണ്. അതിൽ നിലനിർത്തുക എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമായ അജണ്ടയായി വരുന്നത്. അതിനിടയിൽ LDF UDF എന്ന തർക്കം വെറും ചെറുതാണ്. വലിയ ചിന്തയിലൂടെ ഇന്ത്യയെ നിലനിർത്താൻ, ഇന്ത്യയുടെ മതേതരത്വ ജനാധിപത്യ ബോധത്തെ നിലനിർത്താൻ, ഇന്ത്യക്ക് സംഭവിക്കൊണ്ടിരിക്കുന്ന മതാധിപത്യത്തിലേക്കുള്ള വഴികളെ അടച്ചുവെക്കാൻ നാം ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇന്റർവ്യൂ വായന ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനില സി മോഹൻ എന്ന ട്രൂത്ത് തിങ്കറുടെ അതിന്റെ അധിപതിക്കും അതുപോലെ തന്നെ ഷീല ടോമി എന്നവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. എല്ലാ ജനങ്ങളും ചിന്തിച്ചു വോട്ട് ചെയ്യേണ്ട സമയം വരുന്നു. കേരളം എന്ന സംസ്ഥാനത്തിന്റെ പ്രബുദ്ധത വിളിച്ചറിയിക്കണമെന്നുകൂടെ അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.